கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்கு சௌக்கியமே. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சൗഖ്യമാ, நான் இங்கே സൗഖ്യമേ. ഓ സൂപ്പർ 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 സൂപ്പർ. ഇത് പാട്ട് പാടാന്നല്ല, പാട്ട് പറയാന്നൊക്കെ പറയും അങ്ങനെ. അല്ല, ഞാൻ ശരിക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു ട്രോളാന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചത്, പക്ഷെ ഇത് അടിപൊളിയായിട്ട് പാടിയല്ലോ. വേറെ ലെവൽ. ഞാൻ പാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് പാട്ടുകൾ ഞാൻ പാടി. ഇപ്പൊ ഈ അടുത്ത ഒരു റീല് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ചേട്ടൻ ഒരു ജീപ്പിന്റെ മരക്കൂടെ ഡ്യൂപ്പിലാണ്ട്. ചേട്ടൻ ഇത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ചേട്ടൻ. അല്ല, ഞാനിപ്പോ ആ സ്കില്ലിലേക്ക് വന്നതാണെന്നൊക്കെ. അത്രയും സ്കിൽഫുൾ ഒന്നായിരുന്നില്ല. പണ്ട് മതിലൊക്കെ ചാടി കിടക്കുമായിരുന്നു. മതിലൊക്കെ ചാടി കിടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡ്യൂപ്പിന് ശരിക്കും സിനിമയിൽ ഒന്നിലും ഉപയോഗിക്കാറില്ലേ? ഇല്ല. ഒക്കെ ചേട്ടൻ തന്നെ ചെയ്യാറല്ലേ? അപ്പൊ എന്തായാലും ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചു, ഒരുപാട് നന്ദി. പിന്നെ ഈ ഒരു പടം പഞ്ചവത്സര പദ്ധതി ഒരു 5 വർഷം അങ്ങോട്ട് ഓടട്ടെ അല്ലേ? എന്റെ ഒരു ആശംസ. 5 വർഷമല്ല, ഇങ്ങനെ ഫുള്ള് ഓടട്ടെ. തിയേറ്ററിൽ 5 വർഷമൊക്കെ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്ര ലെവലിൽ എത്തട്ടെ. ഒന്ന് ആലോചിച്ച് 5 വർഷമൊക്കെ ഓടാന്ന് പറയും. എന്തായാലും ആഗ്രഹിച്ചോളൂ, കുഴപ്പമില്ല. 5 വർഷം ഓടിയില്ലെന്നുണ്ടെങ്കിൽ നല്ല സക്സസ്ഫുൾ ആവട്ടെ. അതെ, അല്ല ഞാൻ പറഞ്ഞ ജീവിതകാലം ഓട്ടെ എന്നുള്ളതാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക, എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കാണാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് മാറിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ്. വീണ്ടും ഇപ്പോൾ ടി വിയിലായിക്കോട്ടെ അല്ലെങ്കിൽ OTT-യിലാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷം പകരുന്ന ഒരു സിനിമയായി മാറിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാര്യമാണല്ലോ, സന്തോഷമുള്ള കാര്യമാണ്. 5 വർഷമല്ല, അത് ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എക്കാലത്തും നിലനിൽക്കാൻ പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്നുള്ള പറയാനുള്ളത്. അതപ്പോ എന്തായാലും ഇപ്പം IPL നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിൽ ഏറ്റവും ഫേവറേറ്റ് ടീം ഏതാ? അങ്ങനെ ഫേവറേറ്റ് ടീമായിട്ട് ഫേവറേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ചെന്നൈ ഇഷ്ടമാണ്. ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര ക്രിക്കറ്റ് പ്ലെയർ ഒന്നുമല്ല. ഞാൻ CCL ഇപ്പൊ ഈ വർഷം ആണ് പ്ലേ ചെയ്യാൻ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ക്രിക്കറ്റ് ഗിയറും ക്രിക്കറ്റ് ബോളും ഈ ഹെൽമെറ്റും പരിപാടിയൊക്കെ വെച്ചിട്ട് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ജീവിതത്തിൽ ഇത്രയും നാള് ഞാൻ അങ്ങനെ കളിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കാണുന്നല്ല കളിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആണ്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഹോൾ സ്റ്റേഡിയം, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. CCL ഫാൻസ് അസംബിൾ ഹിയർ കണ്ടത് അല്ലേ ട്രെയിലറിന്റെ താഴെ.